ഇപ്പൊ എന്തായാലും അടിച്ചിട്ടുണ്ടാവും അല്ലേ? പിന്നെ ഉറപ്പല്ലേ? എന്താടി വെരി ഗുഡ്. ഓവർ ഓവർ ഓവർ. വിചാരിച്ച കാശൊന്നും കിട്ടിയില്ലല്ലേ? പക്ഷെ നീ പേടിക്കണ്ട, നാളെ വേറെ ഏതെങ്കിലും പിള്ളേർ അപ്പനെ തല്ലാനുള്ള കൊട്ടേഷനായിട്ട് വരും. നീ നോയിക്കോ. അല്ല, ആ കൊച്ചിനെ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും ഒരു സാറിനിട്ട് 2 പൊട്ടിക്കണം തോന്നാത്ത ആരാടാ ഈ ഭൂമിയിലുള്ളത്? അത് ശരിയാ. അതാ പണ്ട് വലുതാവുമ്പോൾ 4ാം ക്ലാസ് നമ്മളെ കണക്ക് പഠിപ്പിച്ച ജോർജ് സാറിന് 2 കൊടുക്കണമെന്ന് ഞാൻ 1000 വട്ടം പ്രയത്നമായിട്ടുള്ള. മറന്നുപോയിരിക്കാൻ ഞാൻ കണക്ക് പുസ്തകത്തിൽ എഴുതിയിട്ടതാ. എന്നിട്ട് പിറ്റേന്ന് ഹോംവർക്ക് ചെയ്തത് നോക്കിയപ്പോൾ സാറ് എന്നെ ഞാൻ എഴുതിയിട്ട കണ്ടു. ഞഞ്ഞായി എടാ മണ്ട. തടിയൻ വന്നിപ്പോ 2 പേർക്കും കൂടെ ഒരു മേശടിയിൽ ഒളിക്കാൻ പോലും പറ്റാതായി. അന്ന് ചാടിയത് ഫൗളല്ലായിരുന്നു. You will definitely become a champion one day. Bye, Anne. ഡേവിഡ് സാറിനിട്ട് നല്ലപോലെ തല്ല കിട്ടിയെന്ന് തോന്നുന്നു. ഇന്നാളെ കാണുന്നില്ലല്ലോ. ഞാൻ ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ട്. പൂമ്പാറ്റ ഏറ്റതാ. ഓവർ ഓവർ. അങ്ങനെ എല്ലാം ഓവർ ഓവർ. കണ്ടോ, മണിയടിച്ചു. അയാളെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുകയായിരിക്കും. വാ പോ. What are you doing here? Go to your class. ഡേവിഡ് സാറല്ലേ നിൽക്കുന്നേ? Go. തല്ലെന്ന് പറഞ്ഞിട്ട് തല്ലിയില്ലല്ലോ. ഷർട്ടേട്ടൻ ചതിക്കൂല, ഉറപ്പാണ്. ഞാൻ വൈകുന്നേരം ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. ചേട്ടാ തല്ലിയില്ലല്ലോ. അത് പിന്നെ തല്ലാത്തത് അത് ഇത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. ഇന്നലെയായിരുന്നു മാർക്കിംഗ്. അപ്പൊ ഇന്നായിരിക്കും സ്കെച്ച്. നാളെ നോക്കിക്കോ. കൈ നോക്കി കളിക്കില്ല കേട്ടോ. ഗിരീഷേട്ടൻ ഡേവിഡ് സാറിനെ തല്ലില്ലല്ലോ. നീ ഇവിടെ ഇരി. എന്തിന്? നിനക്ക് ഇതിന്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ? എനിക്കെന്ത് കാര്യം? എനിക്കെന്ത് കാര്യം? മിടുക്കൻ. ഇന്നലെ മാർക്കിംഗ് ആയിരുന്നു, ഇന്നാണ് സ്കെച്ചിങ്. നാളെ നോക്കിക്കോ. When you get time, just come to my office. Okay? നീ ബോളിയാ നിക്കട്ടാ. നീ അവിടെ ഫീൽഡ് ചെയ്യ്, നീ ഇവിടെ ഫീൽഡ് ചെയ്യാൻ നിക്ക്. നിങ്ങൾ രണ്ടുപേരും എന്റെ ടീമിനെ കളിച്ചോ. നീ അവിടെ ഇരിക്ക്. പക്ഷെ ഫസ്റ്റ് ബാറ്റ് ഞാൻ ചെയ്യും. ഞാൻ തന്നെ ചെയ്യും. എന്ത് നിങ്ങളാരെങ്കിലും ബാറ്റ് ചെയ്യും, ഞാൻ പോരാ. അളിയാ എന്തായി? Anne calling Sharad. Sharad come in. Anne calling Sharad. Sharad come in. നല്ല നാടൻ പൂമ്പ്. ഇതെന്ത് ഫോണാണ്? ഇത് വേറെ കേസാ. നീ കഥ കേൾക്ക്. Sharad.
I know your passion. And I'll help you reach your heights. തിരിച്ചു പൊക്കോ, എന്റെ പുറകെ വരണ്ട. मैडम को पता चले तो क्या होगा पता है? कुछ नहीं होगा. उसका घर कहाँ है मालूम है तुझे? ठीक है तू आराम से चला ना. ओए ഗുളിയോ ഈ നൊമ്പര ഗുളിയോ പെരുന്നാൾ കുളിയോ ഗുളി ഗുളിയോ എനിക്ക് പൂമ്പാറ്റയുടെ വീട്ടിൽ പോണം. അത് പറ്റില്ല, എനിക്ക് പൂമ്പാറ്റയുടെ വീട് അറിയില്ല. എന്നാ എന്റെ ഐഫോൺ തിരിച്ചാടാ കള്ള. എന്ത്? അല്ല ചേട്ടാ, കള്ളനാ? ഫ്രണ്ട്സാ. കള്ളനും പോലീസും കളിക്കാൻ വിളിക്കാൻ വന്നതാ അല്ലേ? സത്യായിട്ടും ഇന്നിപ്പോ എത്രാമത്തെ പ്രാവശ്യം എന്നെ പാമ്പ് വിഴുങ്ങണേ? അതാ പാമ്പിന് പോലും ഓർമ്മയില്ല. പിന്നെയല്ലേ നമുക്കല്ലേ? അയ്യോ നീ കളി കളി കളി. ഗിരിശേട്ടാ നീ ഗിരിശേട്ടാ ഒന്ന് വരൂ. നിന്നെ വിളിക്കണേ. എടാ ഇതാ തലതെറിച്ച പിള്ളേരല്ലേ, നീ വീട്ടിലേ. ഞാനൊന്നുമില്ല, നീ നീ ഇവിടെ വാളിയാ. ഈ ചീള് കേസ് ഡീൽ ചെയ്തിട്ട് വരാം. വാ. ഇവൻ പോയ പാമ്പ് പട്ടിണിയായി പോവല്ലോ. ഞാൻ ഇല്ലേ, നീ വാ. എന്താടാ? ഇവര് കാണണെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നപ്പോ കൊണ്ടുവന്നതാ. എന്താ കാര്യം? തല്ലാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ തല്ലിയില്ലല്ലോ. ഇല്ല, തല്ലിയില്ല. അതിന് അപ്പൊ ചേട്ടൻ ഞങ്ങളെ ചീറ്റ് ചെയ്യുമായിരുന്നല്ലേ? ആഹാ, ആടാ ചീറ്റിയായിരുന്നു. നീ എന്തിയാടാ കള്ള കുട്ടിച്ചാത്ത? മര്യാദക്ക് എന്റെ ഫോൺ തിരിച്ചു തന്നു. അതെന്നെ പപ്പ മേടിച്ചു തന്നതാ. കള്ളന്മാരെ. നീയൊക്കെ എന്താടി കരുതിയേ? സാറന്മാരെ പോയി തല്ലണമെന്നാ? മാതാപിതാ ഗുരു ദൈവം എന്ന് കേട്ടിട്ടില്ലേ? എന്താണ്? ഓടിക്കണം. ഇനി ഒരു നിമിഷം നീയൊക്കെ ഇവിടെ നിന്നാ നിന്റെ സ്കൂളിലും വീട്ടിലും ഒക്കെ ഞാൻ വിളിച്ചു പറയും. എടുത്തോണ്ട് പോടാ. കൺട്രി ലോക്കുള്ള ഫോണൊന്നും പറ്റിക്കാൻ നോക്കുന്ന വീട്ടിൽ പൊടി. चलो वन मैंने कितने बार बोला था नहीं आने का. ബാർ ബോലാതാ. പോടാ പോടാ. അംബ്രോസിനോടാ കളി. കളിയുടെ മൂടങ്ങ് പോയി. ടാടാ, അനിയാ മാറാ. ഇച്ചിരി മാറി കളവാ.